ഇനി നമുക്ക് വീട്ടുകാരുടെ മുന്നിലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിംഗ് റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ നെസ്കഫയുടെ കോഫി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബൂസ്റ്റോ ഹോർലിക്സ് പൊടിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കട്ടയൊന്നും കൂടാതെ കലക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ബാക്കി പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ കോൺഫ്ലവർ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശം എല്ലാം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കോഫി മിക്സിയിലിട്ട് ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് 2 കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ ബ്രെഡിൻ്റെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡുകളെല്ലാം ചെറിയ പീസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ടൈഗർ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ കോഫി മിക്സിൽ മുക്കി ഇതുപോലെ വരിയായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു ലെയർ ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്ത് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമുക്കൊരിക്കലും ഇത് ബ്രെഡാണോ ബിസ്ക്കറ്റാണോ എന്നുള്ളതൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. നമ്മൾ വീട്ടിലൊക്കെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.